ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് കേട്ടോ, പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. രാഷ്ട്രപതി, നമ്മുടെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാ? ജഗദീപ് ധൻകർ. ആരാണ്? ജഗദീപ് ധൻകർ. ഓക്കെ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. അപ്പോൾ 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. രാഷ്ട്രപതി 15ാമത്തെ ആണെങ്കിൽ ഉപരാഷ്ട്രപതി 14ാമത്തെ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ഇന്ത്യൻ നേവി ചീഫ്, അതായത് നാവികസേന മേധാവി ആരാ? ആർ ഹരികുമാർ ആണ് കേട്ടോ. നാവികസേന മേധാവി ആരാണ്? ആർ ഹരികുമാർ. അപ്പോൾ നാവികം അല്ലെങ്കിൽ നേവി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെള്ളവുമായിട്ട് പറയാമല്ലോ. വെള്ളം, പച്ചവെള്ളം എന്നൊന്ന് ആലോചിച്ചോട്ടോ. പച്ചവെള്ളം, പച്ച എന്ന് പറഞ്ഞാൽ ഹരിതം അല്ലേ? അപ്പോൾ ഹരി പച്ചവെള്ളം, നേവിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആർ ഹരികുമാർ ആണ് ഇന്ത്യൻ നേവി ചീഫ് അല്ലെങ്കിൽ നാവികസേന മേധാവി. അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ്, അതായത് വ്യോമസേന മേധാവി. വ്യോമസേന മേധാവി ആരാണ്? വി ആർ ചൗധരി ആണ്. ആരാണ്? വി ആർ ചൗധരി. അപ്പോൾ എയർഫോഴ്സ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അല്ലെങ്കിൽ വ്യോമസേന മേധാവി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഹെലികോപ്റ്ററൊക്കെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ അരി വിതരണം ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അരിയൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പ്രളയമോ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എയർഫോഴ്സ്, അതായത് ഹെലികോപ്റ്ററിൽ അരി വിതരണം ചെയ്യണമെന്ന് സങ്കല്പിക്കും കേട്ടോ. അപ്പോൾ അത് കിട്ടിയല്ലോ. അടുത്ത ഇന്ത്യൻ ആർമി ചീഫാണ് കരസേന മേധാവി. ഓക്കെ, കരസേന മേധാവി ആരാ? മനോജ് പാണ്ഡെ. അപ്പോൾ കരസേന മേധാവി എന്ന് പറയുമ്പോൾ കര നമ്മുടെ ഭൂമിയിൽ പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ? അപ്പോൾ പാണ്ഡെ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, നാവികസേന മേധാവി ഹരികുമാറാണ്. ആർ ഹരികുമാർ. പിന്നെ വ്യോമസേന മേധാവി ചോദിക്കുകയാണെങ്കിൽ വി ആർ ചൗധരി. കരസേന മേധാവി ചോദിക്കുകയാണെങ്കിൽ മനോജ് പാണ്ഡെ. അടുത്ത് നോക്കാം, ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അനിൽ ചൗഹാൻ ആണ് കേട്ടോ. അനിൽ ചൗഹാൻ ആണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കുക, ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബിപിൻ റാവത്ത് ആണ്. ആരാണ്? ബിപിൻ റാവത്ത്. അടുത്ത് നമുക്ക് കുറച്ച് സെൻട്രൽ മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ യൂണിയൻ മിനിസ്റ്റേഴ്സും നോക്കാം കേട്ടോ. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതായത് പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ്. ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു രാജാവായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ? രാജാവൊക്കെയാണ് ആ രാജ്യത്തിനെ പണ്ട് കാലത്ത് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തത്, പ്രതിരോധിച്ചിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ്. ഇനി അടുത്ത പോയിന്റ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ, അതായത് സഹകരണം, അതുപോലെ തന്നെ ആഭ്യന്തരം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? അമിത് ഷാ ആണ്. ആരാണ്? അമിത് ഷാ. ഓക്കെ, അപ്പൊ നമുക്ക് അമിത് ഷാ എന്ന് പറയുമ്പോണ്ടല്ലോ, അമിത് എന്നുള്ള വാക്കെടുക്കാം. ഓക്കെ, അമിതമായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. അതായത് അമിതമായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സഹകരിക്കണം. അപ്പൊ അമിത് ഷാനകത്തുള്ള അമിതവും അതുപോലെ തന്നെ സഹകരണം, അതാണ് നമ്മുടെ കോർപ്പറേഷൻ കേട്ടോ. അപ്പൊ സഹകരണ മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അമിത് ഷാ ആണ്. അതുപോലെ തന്നെ നമ്മൾ സഹകരിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണെന്ന് ആലോചിക്കുക. ഈ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അമിതമായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സഹകരിക്കണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകുടുംബമാണ് ഞാൻ ഇവിടെ ഹോം അഫയേഴ്സ്, ആഭ്യന്തരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമിത് ഷാ നമ്മൾ എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ആഭ്യന്തരവും അതുപോലെ തന്നെ സഹകരണവും. കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത് നോക്കാം, മിനിസ്ട്രി ഓഫ് റോഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, അതായത് ഗതാഗതവും അതുപോലെ തന്നെ ഹൈവേസ്, റോഡ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? നിതിൻ ഗഡ്കരി ആണ്. ആരാണ്? നിതിൻ ഗഡ്കരി. അപ്പൊ നമുക്ക് റോഡ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, കരിയായിട്ടൊക്കെ ഒന്ന് ആലോചിക്കാലോ അല്ലെ? റോഡിൽ ടാറൊക്കെ ചെയ്ത് കരിയായി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് റോഡും ട്രാൻസ്പോർട്ടും ഹൈവേസും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? നിതിൻ ഗഡ്കരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നേക്കാളും മുമ്പ് നമുക്കൊരു ആപ്പ് പരിചയപ്പെടാം കേട്ടോ. ആപ്പിന്റെ പേര് എജുമണി എന്നാണ്. അപ്പോൾ ഇത് കേരള PSC ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, ഡെയിലി ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് എടുത്തു കഴിയുമ്പോഴേക്കും കണ്ടോ, ഇതിനകത്ത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. നമുക്കറിയാലോ ഇപ്പോഴത്തെയുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇത്തിരി വീക്കായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ സിനോണിംസ് നോക്കിയത് വേർഡ് ഡ്രഡ്ജറി മീൻസ് എന്താ? ഹാർഡ് ആൻഡ് ഡൾ വർക്ക് ആണ് അല്ലേ? അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, സെലക്ട് ദി വേർഡ് സിമിലർ ഇൻ മീനിങ്
മീനിങ് ടു ദി വേർഡ് സെറിൻ. സെറിൻ എന്ന് പറഞ്ഞാൽ എന്താ? കാമാണ് അല്ലേ. അതേപോലെ തന്നെ ഡിസ്ഗസ്റ്റ്, ഇതിൻ്റെ സിനോണിയം എന്താ? ഡിസ്ലൈക്ക് ആണ്. ചില ഗസ്റ്റുകൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് ഡിസ്ലൈക്ക് ആണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ സിനോണിംസ് മാത്രമല്ല, ഫോറിൻ വേർഡ്സും അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെയുള്ളത് സ്പോർട്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നമ്മുടെ 2022 കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ജാനുവരി മാസത്തിലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ് ആണ് അല്ലേ. അപ്പോൾ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു റോക്കൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. ഇതേപോലെ നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ എക്സാം പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. എക്സാം പേപ്പേഴ്സ് ഇനി വരാൻ പോകുന്ന നമ്മുടെ LDC എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ UP സ്കൂൾ ടീച്ചർ എക്സാം, അപ്പോൾ ഇതിൻ്റെയൊക്കെ PYQ, ഇതിൻ്റെയൊക്കെ എക്സാം പേപ്പേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതേപോലെ ഇതിനകത്ത് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആണ് ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാക്സിമം എക്സാമിന് മുമ്പ് വർക്കൗട്ട് ചെയ്ത് നോക്കണ്ടേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതേപോലെ ടോപ്പിക് വൈസ് ആയിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ഉണ്ട്, വേൾഡ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുമ്പോണ്ടല്ലോ ടൈം ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ എക്സാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല, പ്രത്യേകിച്ച് മാത്സിനൊക്കെ അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ ലാസ്റ്റ് 2 weeks ഐ ഡാഷ് ദി നോവൽ. ആൻസർ എന്താ വരിക? 4 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് ബീൻ റീഡിങ് ദി നോവൽ അല്ലേ. അപ്പോൾ സിൻസ് അല്ലെങ്കിൽ 4 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്തതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ മീനിങ് എന്താ? പാസ്റ്റിലൊരു ആക്ഷൻ തുടങ്ങിയിട്ട് പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈം വെച്ചിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാനൊരു അവസരം കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ ഇതേപോലെയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറ്റുമെങ്കിലും നമ്മൾ PSC എഴുതുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, 2 മണി തൊട്ട് 3:15 വരെ, ആ സമയത്തൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഒരു ടൈമിൽ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉറക്കമൊക്കെ വരും. അപ്പോൾ മാക്സിമം ആ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ ഉണ്ടല്ലോ, ഈ ഒരു ആപ്പിനകത്ത് ഡെയിലി ചാലഞ്ചസ് ഉണ്ട്. ഡെയിലി ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ ദിവസം നമ്മൾ പഠിക്കേണ്ട 2 ടോപ്പിക്ക് വീതം ഉണ്ടാവും. ഇപ്പോൾ കെമിസ്ട്രിയും റീസണിങ്ങും. ഇപ്പോൾ ചിലപ്പോൾ നാളെ അടുത്ത 2 ടോപ്പിക്സ് ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ഈ ടോപ്പിക്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ ഡെയിലി ചാലഞ്ചസും ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്തത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ. അടുത്ത് നോക്കാം. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, അതായത് കൃഷി വകുപ്പ്, ഇതെല്ലാം കൃഷി അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? നരേന്ദ്ര സിംഗ് തോമർ. ആരാണ്? നരേന്ദ്ര സിംഗ് തോമർ. അപ്പോൾ കൃഷി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, കൃഷിയും ടൊമാറ്റോ ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. ടൊമാറ്റോ, തക്കാളി ആയിട്ടൊക്കെ. അപ്പോൾ തോമറിനത് TOMA ഇല്ലേ, ടൊമാറ്റോ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൃഷി മന്ത്രി അതുപോലെ തന്നെ ഫാമേഴ്സ് വെൽഫെയർ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? നരേന്ദ്ര സിംഗ് തോമറാണ്. അടുത്ത് നോക്കാം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് വിദേശകാര്യം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. നമ്മൾ പറയില്ലേ വിദേശത്തെ കാര്യങ്ങളും പോകുമ്പോൾ ജയിച്ചിട്ട് വരട്ടെ, നന്നായി വരട്ടെ, ജയിച്ചു വരട്ടെ എന്നൊക്കെ പറയും അല്ലേ. അപ്പം അങ്ങനെ ജയിച്ചു വരട്ടെ, ജയശങ്കർ ആണ് കേട്ടോ. ജയിക്കുക, ജയശങ്കർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യമന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. അടുത്ത് നമുക്ക് നോക്കാം. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആരാണ്? അർജുൻ മുണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഈ മുണ്ട കലാപമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് ട്രൈബലുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അർജുൻ മുണ്ട. വനിതാ ശിശുവികസന മന്ത്രാലയവും അതുപോലെ തന്നെ ന്യൂനപക്ഷ കാര്യങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? സ്മൃതി ഇറാനിയാണ് കേട്ടോ. ആരാണ്? സ്മൃതി ഇറാനി. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ അല്ലേ, ഓർമ്മ. അപ്പോൾ എപ്പോഴും നമുക്ക് സ്ത്രീകളെക്കുറിച്ചും അതുപോലെ തന്നെ കുട്ടികളെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മ വേണം കേട്ടോ. അപ്പോൾ സ്ത്രീകളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും, അപ്പോൾ വുമണും അതുപോലെ തന്നെ ചൈൽഡ്, അപ്പോൾ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ന്യൂനപക്ഷം, അപ്പോൾ ന്യൂനപക്ഷവും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനി. അപ്പോൾ ന്യൂനപക്ഷത്തെക്കുറിച്ചും ഒരു ഓർമ്മ വേണം എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. സ്മൃതി വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അതായത് വനിതാ ശിശുവികസന മന്ത്രാലയവും ന്യൂനപക്ഷ കാര്യ മന്ത്രാലയവും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? സ്മൃതി ഇറാനി. അടുത്ത് നോക്കാം. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയൽ ആണ്. ഓക്കെ, പീയൂഷ് ഗോയൽ.
അപ്പോൾ നമുക്ക് പീയൂഷ് ഗോയൽ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ ഉഷും ഗോവായിട്ട് അവിടെ കണക്ട് ചെയ്യാം. പീയൂഷിനകത്തുള്ള ഉഷും അതുപോലെ തന്നെ ഗോയലിനകത്തുള്ള ഗോ ആയിട്ട് എടുക്കാം. അതായത് ഉഷാറായിട്ട് നമ്മൾ പോവാണ് കേട്ടോ, ഉഷാറായിട്ട് നമ്മൾ ഗോ ചെയ്യാണ്. എപ്പോഴായിരിക്കും നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ ഉഷാറായിട്ട് പോകും എന്ന് ആലോചിക്കാം അല്ലെ, ഉഷാറായിട്ട്. അതാണ് നമ്മുടെ പീയൂഷ് ഗോയലിനകത്തുള്ള ഗോ. അപ്പോൾ അങ്ങനെ നമുക്ക് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, നമുക്ക് ഡ്രസ്സെല്ലാം എടുത്ത് തരാൻ പോകുന്നത്, അങ്ങനെ നമുക്ക് ടെക്സ്റ്റൈൽസ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം എന്തായിരിക്കും, ഏതെങ്കിലും ഹോട്ടലിലൊക്കെ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ. അപ്പോൾ ടെക്സ്റ്റൈൽസിന് ശേഷം എന്താ ആലോചിക്കേണ്ടത്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ കണക്ട് ചെയ്യാം അല്ലേ. ടെക്സ്റ്റൈൽസും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ ആലോചിക്കാം. ഇനി ഈ ടെക്സ്റ്റൈൽസിലൊക്കെ കയറി നമ്മളിങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരാണ്, നമ്മൾ കൺസ്യൂമർ ആണ് അല്ലേ, നമ്മൾ കൺസ്യൂമർ ആണ്. അങ്ങനെ നമുക്ക് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് അവിടെ കണക്ട് ചെയ്യാം, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കില്ലേ നമ്മൾ ടെക്സ്റ്റൈൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും ഇൻഡസ്ട്രിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും കൂടെ അവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രീ പീയൂഷ് ഗോയൽ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഉഷാറായിട്ട് നമ്മൾ പോകുന്നത്, ഗോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടെക്സ്റ്റൈൽസ് ഒക്കെ, ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ടെക്സ്റ്റൈൽസ് ആലോചിക്കാം. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും, അപ്പോൾ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആലോചിക്കാം. പിന്നെ ടെക്സ്റ്റൈൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഒരു ഇൻഡസ്ട്രിയിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റൈൽസ് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ കൺസ്യൂമർ ആണ്. അങ്ങനെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് നമുക്ക് അവിടെ ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. അടുത്ത് നോക്കാം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഇത് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ആണ് കേട്ടോ, ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്, ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര പ്രധാനമാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വിദ്യാഭ്യാസം ഭയങ്കര പ്രധാനമാണ്, അങ്ങനെ നമുക്ക് പ്രധാനമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ സ്കിൽ ഡെവലപ്മെന്റും ഓൺടർപ്രണർഷിപ്പായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കോള്, മിനിസ്ട്രി ഓഫ് മൈൻസ്. അതായത് കൽക്കരി ഖനി മന്ത്രാലയം, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ മൈൻസിൽ നിന്നൊക്കെ നമുക്ക് കോള് കിട്ടുകയാണെങ്കിലുണ്ടല്ലോ, മൈൻസിൽ നിന്നൊക്കെ നമുക്ക് കോള് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആഹ്ലാദമാണെന്ന് ആലോചിക്കുക കേട്ടോ, ഭയങ്കര ആഹ്ലാദമാണ്. കാരണം മൈൻസിൽ നിന്നൊക്കെ നമുക്ക് കോള് കിട്ടുമല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര ആഹ്ലാദമാണ് നമ്മുടെ പ്രഹ്ലാദ് കേട്ടോ. അപ്പോൾ കോൾസും മൈൻസും ഇതൊക്കെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രഹ്ലാദ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പിയും എല്ലും ആറും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ നമുക്ക് പാർലമെന്ററി, പ്രഹ്ലാദ് പാർലമെന്ററി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആരാണ്, പ്രഹ്ലാദ് ജോഷി. കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് നോക്കാം, ശ്രീ സർബാനന്ദ സോനോവാൾ ആണ്. ശ്രീ സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനോവാൾ. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്, സർബാനന്ദ സോനോവാൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സർബാനന്ദ എന്ന് പറയുമ്പോണ്ടല്ലോ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് സർബത്താണ് കേട്ടോ. ഈ സർബത്തൊക്കെ നമ്മൾ കുടിക്കില്ലേ, സർബത്തൊക്കെ കുടിക്കുന്നത് ആയുർവേദത്തിലാണെങ്കിലും യോഗയിലാണെങ്കിലും യുനാനിയിലാണെങ്കിലും സിദ്ധയിലാണെങ്കിലും ഹോമിയോപ്പതിയിലൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ സർബത്ത് കുടിക്കുന്നത് നല്ലതാണ്, ആയുർവേദത്തിലും യോഗയിലും യുനാനിയിലും സിദ്ധയിലും ഹോമിയോപ്പതിയിലൊക്കെ നല്ലതാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, സർബത്ത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഈ ഷിപ്പ് കാണാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പോർട്സ് കാണാനൊക്കെ വേണ്ടിയിട്ട് പോയി കഴിയുമ്പോൾ കുറേ നടക്കാനൊക്കെ ഇല്ലേ, അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് സർബത്ത് കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസും കൂടെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കുവേ. അപ്പോൾ പേര് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നില്ല, നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കണക്ഷൻസ് കൊടുക്കുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റും മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്, ശ്രീ ഗിരിരാജ് സിംഗ് ആണ്. ശ്രീ ഗിരിരാജ് സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗിരിരാജ കോഴീനെ ആലോചിക്കാം അല്ലെ, ഗിരിരാജ കോഴി. ഈ പഞ്ചായത്തിലൊക്കെ ഗിരിരാജ കോഴീനൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പഞ്ചായത്ത് രാജ്, അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകളിലായിരിക്കും കൂടുതൽ എന്താ പറയുക, ഈ സിറ്റീസിനേക്കാളൊക്കെ കൂടുതൽ ഗിരിരാജ കോഴിയൊക്കെ അവിടെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ശ്രീ ഗിരിരാജ സിംഗ് ആണ്. അടുത്ത് നമുക്ക് നോക്കാം, വ്യോമയാന മന്ത്രാലയം, അതുപോലെ തന്നെ സ്റ്റീൽ മന്ത്രാലയം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്, ജ്യോതിരാദിത്യ എം സിന്ധ്യ ആണ് കേട്ടോ. ആരാണ്, എം സിന്ധ്യ, അല്ലെങ്കിൽ ജ്യോതിരാദിത്യ എം സിന്ധ്യ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിന്ധ്യ എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഇന്ത്യ എന്ന് ആലോചിക്കാം അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫ്ലൈറ്റ് ഒക്കെ കയറി പോവല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഫ്ലൈറ്റ് വ്യോമയാനമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ കുറച്ച് സ്റ്റീലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം മിനിസ്ട്രി ഓഫ് സ്റ്റീലും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, വ്യോമയാനവും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്, എം സിന്ധ്യയാണ് കേട്ടോ. എം സിന്ധ്യ അല്ലെങ്കിൽ ജ്യോതിരാദിത്യ എം സിന്ധ്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റിൽ ആണ് പോകണമെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം.
അടുത്ത് നോക്കാം റെയിൽവേ മന്ത്രാലയം, അതുപോലെ തന്നെ വാർത്താവിനിമയ മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീ അശ്വിനി വൈഷ്ണവ് ആണ് കേട്ടോ. അപ്പം എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്? റെയിൽവേ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഈ ട്രെയിനൊക്കെ വരുന്ന മിക്കവാറും കുറച്ച് വൈകിട്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് വൈകിട്ടായിരിക്കും വൈഷ്ണവ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ അല്ലെ, ശ്രീ അശ്വിനി വൈഷ്ണവ്. അപ്പോൾ ട്രെയിൻ വരുന്നത് വൈകിട്ടായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പം അങ്ങനെ നമുക്ക് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈകി വരുമെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൾക്കാരുടെ അടുത്തൊക്കെ തന്നെ ചോദിക്കും അല്ലെ, വൈകി വരുമോ, കറക്റ്റ് ടൈം ആണോ എന്നൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് വാർത്താവിനിമയ മന്ത്രാലയം നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പം അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് അവിടെ കണക്ട് ചെയ്യാലോ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ ആണോ? അപ്പോൾ വൈഷ്ണവ് എന്ന് പറയുമ്പോൾ വൈകി വരുന്ന നമ്മുടെ ട്രെയിൻ, റെയിൽവേ ആയിട്ട് ആലോചിക്കാം. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻസ് ആലോചിക്കാം. പിന്നെ അവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കാം, ഇൻഫർമേഷൻ ടെക്നോളജി കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ജലശക്തി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ആണ് കേട്ടോ, ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത്. ഓക്കെ, അപ്പോൾ ഗജേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആനയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ, ഗജേന്ദ്രൻ ആന. അപ്പോൾ ആന ഇങ്ങനെ വെള്ളം ചീറ്റുന്നതായിട്ടൊക്കെ, നല്ല ശക്തിയിൽ തുമ്പിക്കൈയിൽ ഇങ്ങനെ വെള്ളം ചീറ്റുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ നമുക്ക് ജൽശക്തി, ജലം നല്ല ശക്തിയോടെ ചീറ്റുന്ന ആരാണ്? ആനയാണെന്ന് കണക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഗജേന്ദ്രൻ, ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് എന്നുള്ളത് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് കൈകാര്യം ചെയ്യുന്നത്, അതായത് നിയമം അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു ആണ്. ആരാണ്? കിരൺ റിജിജു. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിയമമൊക്കെ നല്ല രീതിയിൽ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും എന്നൊക്കെ ആലോചിക്കുക. ഇഞ്ച് കേട്ടോ. അങ്ങനെ നമുക്ക് റിജിജു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ കിരൺ റിജിജു. ഓക്കെ, അടുത്ത് നോക്കാം മിനിസ്ട്രി ഓഫ് പവറും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഇത് കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജ് കുമാർ സിംഗ് ആണ് കേട്ടോ, ശ്രീ രാജ് കുമാർ സിംഗ്. അപ്പം ഇവിടെ നല്ല പവറുള്ള ഒരു രാജാവാണെന്നൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കണേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫൻസിന്റെ ആരായിരുന്നു? രാജ്നാഥ് സിംഗ് ആണ് അല്ലെ. അപ്പൊ ഡിഫെൻഡ് ചെയ്യുന്ന രാജാവാണെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു. അപ്പൊ അതായിട്ട് മാറിപ്പോരുത് കേട്ടോ. ഇവിടെ രാജ് കുമാർ സിംഗ് ഏതാണ്? മിനിസ്ട്രി ഓഫ് പവർ ആണ്. നല്ല പവറുള്ള രാജാവാണ്. അപ്പൊ രാജാവും കുമാരനൊക്കെ ഉണ്ടെന്ന് ആലോചിക്കട്ടോ. അപ്പൊ നല്ല പവർ ആണെന്ന് ആലോചിക്കട്ടോ. അപ്പൊ രാജ് കുമാർ സിംഗ് ആണ് കേട്ടോ മിനിസ്ട്രി ഓഫ് പവർ. പവർ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എനർജി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ, ഫിസിക്സിൽ പവറും എനർജി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയും കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജ് കുമാർ സിംഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്, ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അപ്പോൾ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഗ്യാസ് ഒക്കെ വേണം അല്ലേ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലായിരിക്കുമല്ലോ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി ഓർത്താൽ മതി. ഇനി അടുത്ത് നോക്കിയേ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇത് കൈകാര്യം ചെയ്യുന്നത് ശ്രീ മൻസുഖ് എൽ മണ്ഡാവിയ ആണ് കേട്ടോ. ആരാണ്? ശ്രീ മൻസുഖ് എൽ മണ്ഡാവിയ. ഓക്കെ, അപ്പം മനസ്സിനൊക്കെ നല്ല സുഖം വേണമെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ആയിരിക്കണം അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തുകൂടാം മൻസുഖും ഹെൽത്തും. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മൻസുഖ് ആണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ഹെൽത്ത് വേണമെങ്കിൽ നമ്മൾ അധികം കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും കൈകാര്യം ചെയ്യുന്നവരാണ് ശ്രീ മൻസുഖ് എൽ മണ്ഡാവിയ. അടുത്ത് നോക്കാം പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാനം അതുപോലെ തന്നെ തൊഴിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഭൂപേന്ദ്ര യാദവ് ആണ്. ആരാണ്? ഭൂപേന്ദ്ര യാദവ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂ എന്നുള്ള വാക്ക് എടുക്കാം. ഭൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയായിട്ടൊന്ന് ആലോചിക്കാം കേട്ടോ. നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഫോറസ്റ്റുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. നമ്മുടെ ഭൂമിയിലല്ല ഈ എൻവയോൺമെന്റും ഫോറസ്റ്റും ഇതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്ലൈമറ്റിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ ഫോറസ്റ്റും ക്ലൈമറ്റ് ചേഞ്ചസും അതായത് കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് തൊഴിലും കൂടെ അവിടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ആരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ശ്രീ ഭൂപേന്ദ്ര യാദവ് ആണ്. ഇനി അടുത്ത് നോക്കാം സാംസ്കാരിക മന്ത്രാലയം അതുപോലെ തന്നെ ടൂറിസം മന്ത്രാലയം അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീജി കിഷൻ റെഡ്ഡിയാണ് കേട്ടോ. കിഷൻ റെഡ്ഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എങ്ങനെയാ? അതായത് നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ടൂർ പോകാൻ റെഡിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം ചാടി പറയും അല്ലേ, റെഡിയാണെന്ന് പറയും. അപ്പോൾ അതേപോലെ ടൂറിസവും റെഡിയുമായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ടൂറൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകും അല്ലേ. അപ്പോൾ അവിടുത്തെ കൾച്ചർ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ മിനിസ്ട്രി ഓഫ് കൾച്ചറും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ടൂറിസവും നമുക്ക് റെഡിയായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ടൂർ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? അപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആയിട്ട് അവിടെ കണക്ട് ചെയ്യാലോ അല്ലെ. മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം.
മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അനുരാഗ് സിംഗ് താക്കൂർ ആണ്. ആരാണ്? അനുരാഗ് സിംഗ് താക്കൂർ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച്, കാരണം സ്പോർട്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അനുരാഗ് സിംഗ് താക്കൂർ. ഓക്കെ, അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് നമ്മൾ പറയില്ലേ, ഈ എന്താ പറയുക, ലവ് അഫയേഴ്സ് ഒക്കെ കൂടുതലുണ്ടാവുന്നത് യൂത്തിനായിരിക്കും അല്ലേ. അപ്പം യൂത്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, യൂത്തും അനുരാഗുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം സ്പോർട്സ് ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലേ, കാരണം വീട്ടുകാരൊക്കെ ആരെങ്കിലും തല്ലാൻ വരികയാണെങ്കിൽ അത്യാവശ്യം സ്പോർട്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് ആലോചിക്കുക. അപ്പോൾ സ്പോർട്സ്, യൂത്ത് അഫയേഴ്സ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ പാസ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ടൊക്കെ അവിടെ നിന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അനുരാഗ് സിംഗ് താക്കൂർ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? അനുരാഗം എന്ന് പറയുമ്പോൾ യൂത്ത് അഫയേഴ്സ്, അതുപോലെ തന്നെ അത്യാവശ്യം സ്പോർട്സ് അറിഞ്ഞിരിക്കണം എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് അനുരാഗ് സിംഗ് താക്കൂർ. അടുത്തത് CBSE ചെയർമാൻ ആണ് കേട്ടോ. CBSEയുടെ ചെയർമാൻ ആരാ? നിധി ചിബ്ബർ. ഇമ്പോർട്ടൻ്റ് ആണ്. CBSE ചെയർമാൻ നിധി ചിബ്ബർ. അപ്പോൾ CBSEയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ പഠിച്ച് നമ്മൾ കുറേ തെറ്റുകളൊക്കെ വരുത്തും. എന്നിട്ട് അവസാനം റബ്ബർ വേണ്ടി വരുന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ റബ്ബർ, ചിബ്ബർ. ഓക്കെ, CBSE ചെയർമാൻ നിധി ചിബ്ബർ. കൈറ്റ് ചെയർമാൻ. കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ കൈറ്റിന്റെ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ APM മുഹമ്മദ് ഹനീഷ് ആണ്. ആരാണ്? APM മുഹമ്മദ് ഹനീഷ്. മുഹമ്മദ്. അപ്പോൾ നമുക്ക് ഈ കൈറ്റൊക്കെ പറപ്പിക്കുക, നമ്മുടെ ഈ പട്ടം ആലോചിക്കുക കേട്ടോ. ഈ കൈറ്റൊക്കെ പറപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ ഒരു മോഹമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് മുഹമ്മദ് ഹനീഷ്, APM മുഹമ്മദ് ഹനീഷ് എന്നുള്ളത് ഓർക്കാം. അടുത്ത പോയിന്റ് നോക്കാം. രാജസ്ഥാനിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള മലയാളി ആരാണെന്നാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. രഹന റിയാസ്. രാജസ്ഥാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള മലയാളി ആരാണ്? രഹന റിയാസ്. രാജസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം മരുഭൂമിയാണ് അല്ലേ. അപ്പം മരുഭൂമി ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് രാജസ്ഥാനിലൊക്കെ പോയിട്ട് ഒരു രസ്ന കുടിക്കുക എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാമല്ലോ. രസ്ന എന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാജസ്ഥാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള മലയാളി ആരാണ്? രഹന റിയാസ്. അടുത്തത് സെബി ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാധവി പുരി ബുച്ച് ആണ്. ആരാണ്? മാധവി പുരി ബുച്ച്. സെബി എന്ന് പറഞ്ഞാൽ എന്താ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി പുരി ബുച്ച്. ഓക്കെ, അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പൂരിയൊക്കെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ബാക്കിയുള്ള കുട്ടികളൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ച് പൊത്തിപ്പിടിച്ച് ഒരു സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുക. അങ്ങനെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെബി ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാധവി പുരി ബുച്ചാണ് കേട്ടോ. അടുത്തത് കേരള ലോകായുക്ത. ആരാ? സിറിയക് ജോസഫ്. ഓർത്ത് വെച്ചേക്കുക, കേരള ലോകായുക്ത ആരാണ്? സിറിയക് ജോസഫ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. രാജസ്ഥാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള മലയാളി ആരാണ്? രഹന റിയാസ്. രസന ആലോചിക്കുക. സെബി ആദ്യ വനിതാ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചാണ്. കേരള ലോകായുക്ത സിറിയക് ജോസഫ്. അടുത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ആണ് കേട്ടോ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. ഓർത്ത് വെച്ചേക്കണേ, രഞ്ജിത്ത് ബാലകൃഷ്ണൻ. വൈസ് ചെയർമാൻ ആരാ? പ്രേംകുമാർ ആണ് കേട്ടോ. വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാർ ആണ്. അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനും വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ പ്രേംകുമാറാണ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഷാജിയൻ കരുൺ. അപ്പോൾ ഈ രഞ്ജിത്ത് ബാലകൃഷ്ണനും ഷാജിയൻ കരുണും തമ്മിൽ മാറിപ്പോരുത്. ഷാജിയൻ കരുൺ ആരാണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് കേട്ടോ. വികസന കോർപ്പറേഷൻ ചെയർമാൻ. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചലച്ചിത്രത്തിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നത് ആരാ? നമ്മുടെ മസിലൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന നമ്മുടെ ജയൻ ആലോചിക്കുക കേട്ടോ. ജയൻ്റെ ഒരു പേരില്ലേ, ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഷാജിയൻ കരുൺ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജിയൻ കരുൺ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. വൈസ് ചെയർമാൻ പ്രേംകുമാർ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ DY ചന്ദ്രചൂഡാണ് കേട്ടോ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അത്യാവശ്യം നല്ല ചൂടനായിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. DY ചന്ദ്രചൂഡ്. 49ാമത്തെ ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് UU ലളിത് അല്ലേ. അപ്പോൾ 49ാമത്തെ കുറച്ച് ലളിതമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. 50ാമത്തെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചൂടനായിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. 48ാമത്തെ ആരായിരുന്നു? അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാരായിരുന്നു? NV രമണ അല്ലേ. നമ്മൾ പറഞ്ഞു പഞ്ചാബി ഹൗസിലെ രമണൻ 8ന്റെ പണിയൊക്കെ കിട്ടി. അങ്ങനെ 48 NV രമണയായിട്ടും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കിട്ടരമണിയാണ് കേട്ടോ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കിട്ടരമണി. ഓർത്ത് വയ്ക്കണേ, അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത.
അപ്പോൾ സോളിസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് സോളോ എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. സോളോ നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവാന്നൊക്കെ പറയില്ലേ, സോളോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉഷാറായിട്ടൊക്കെ നിൽക്കണം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല ഉഷാറായിട്ടിരിക്കണം. തുഷാർ മേത്ത. ഓക്കെ, അപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അടുത്തത് RBI ഗവർണറാണ് കേട്ടോ. ആരാണ്? ശക്തികാന്ത ദാസ്. അപ്പോൾ RBI എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ബാങ്കുകളുടെയൊക്കെ ബാങ്ക്, അവിടുത്തെ ഗവർണർ ആരാണ്? കുറച്ച് ശക്തിയുള്ള ആൾ തന്നെയായിരിക്കും. ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ്. അടുത്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. CAG ഓഫ് ഇന്ത്യ. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ പിറുപിറുക്കാറൊക്കെ ഉണ്ട് അല്ലേ, മർമർ ചെയ്യാറെന്നൊക്കെ ആലോചിക്കട്ടെ. അപ്പോൾ മുർമു. ഓക്കെ, മുർമു, ഗിരീഷ് ചന്ദ്ര മുർമു. CAG, അതായത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ലോക്സഭാ സ്പീക്കർ ആണ് കേട്ടോ. ലോക്സഭാ സ്പീക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഓം ബിർളയാണ് കേട്ടോ. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യസഭാ ചെയർമാൻ. രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ആരാ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജഗദീപ് ധൻകർ അല്ലെ. രാജ്യസഭാ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജഗദീപ് ധൻകർ. എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്? 14ാമത്തെ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? ദ്രൗപദി മുർമു 15ാമത്തെ. അടുത്തത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ലോക്സഭാ സെക്രട്ടറി ജനറലും രാജ്യസഭാ സെക്രട്ടറി ജനറലും കേട്ടോ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ പ്രമോദ് ചന്ദ്രമോദി. ആരാണ്? പ്രമോദ് ചന്ദ്രമോദി. അപ്പം ഇത് തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, രണ്ടും സെക്രട്ടറി ജനറൽ തന്നെയാണല്ലോ. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ ആലോചിക്കാം, പ്രധാനമന്ത്രി തന്നെ ആലോചിക്കാം. ആരാ? മോഡി അല്ലേ. അപ്പോൾ രാജ്യസഭയുടെ ആണ് മോഡി വരുന്നത് കേട്ടോ. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്രമോദി. ഓക്കെ, ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാ? ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. അപ്പോൾ ലോക്സഭയിനകത്ത് ലായ് ഉണ്ട്, ഇവിടെയും ഒരു ലായ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ്. അടുത്തത് നീതി ആയോഗിൻ്റെയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ CEO ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രീ പരമേശ്വരൻ അയ്യർ. നീതി ആയോഗിൻ്റെ CEO ആരാണ്? ശ്രീ പരമേശ്വരൻ അയ്യർ ആണ് കേട്ടോ. അപ്പോൾ നീതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ നീതി ആയോഗിൻ്റെ CEO ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നീതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഈശ്വരനോട് പ്രാർത്ഥിക്കണം. പരമേശ്വരൻ അയ്യർ. ഓക്കെ, പരമേശ്വരൻ അയ്യർ. ഇനി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സുമൻ ബേരിയാണ്. ആരാണ്? സുമൻ ബേരി. ഓക്കെ, അപ്പോൾ സുമൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നല്ല മനസ്സുള്ള ആൾക്കാർക്കായിരിക്കും നീതി കിട്ടുക കേട്ടോ. നല്ല മനസ്സുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നീതി കിട്ടുക എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി. നല്ല മനസ്സുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നീതി കിട്ടാന്ന് ആലോചിക്കാം. നീതി ആയോഗിൻ്റെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി. അടുത്ത പോയിന്റ് PSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഈ കഴിഞ്ഞ 2 എക്സാമിന് തന്നെ ചോദിച്ചിരുന്നു തോന്നുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവിയാണ് കേട്ടോ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ ആരാ? KC റോസക്കുട്ടിയാണ് കേട്ടോ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ്. വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ. അപ്പോൾ വികസിക്കുന്നതൊക്കെ വനിതകളൊക്കെ വികസിക്കുന്നത് എപ്പോഴായിരിക്കും? പ്രഗ്നൻ്റ് ആകുമ്പോഴായിരിക്കും, വയറ്റിലൊരു കുട്ടി ഉണ്ടാകുമ്പോഴേക്കായിരിക്കും എന്നൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ KC റോസക്കുട്ടി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ P സതീദേവി. തമ്മിൽ മാറിപ്പോകരുത്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രേഖ ശർമ്മ. ഓക്കെ, ദേശീയമാണ് കേട്ടോ. ഇത് രണ്ടും സംസ്ഥാനമായിരുന്നേ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രേഖ ശർമ്മ. രേഖ ഓർമ്മയുണ്ടോ? കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അടുത്തത് നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാ? യശ്വർദ്ധൻ കുമാർ സിൻഹ കേട്ടോ. നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷനൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കണം അല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ പുതിയതായിട്ടൊക്കെ വായിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ കൂട്ടിക്കൊണ്ടിരിക്കണം, വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ യശ്വർദ്ധൻ കുമാർ സിൻഹ. അടുത്ത ISRO ചെയർമാൻ, അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. S സോമനാഥ് അല്ലേ. 10ാമത്തെ ചെയർമാനാണ്. ISROൻ്റെ 10ാമത്തെ ചെയർമാനാണ് S സോമനാഥ്. അതുപോലെ തന്നെ 5ാമത്തെ മലയാളിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ 10ാമത്തെ ചെയർമാനും 5th മലയാളി കൂടിയാണ്. VSSCയുടെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ S ഉണ്ണികൃഷ്ണൻ നായർ. VSSCയുടെ ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. ഇപ്പോൾ VSSC, അപ്പോൾ V എഴുതുന്ന പോലെ തന്നെ U ആലോചിക്കുക, ഉണ്ണികൃഷ്ണൻ്റെ U ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരേപോലെ അല്ലേ. അപ്പോൾ VSSC ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ.
അടുത്തത് ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഉമാ മഹേശ്വരൻ. ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടർ ആരാണ്? ഉമാ മഹേശ്വരൻ. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. അപ്പോൾ ഈ പിന്നാക്കം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഉയർത്തി കൊണ്ടുവരണം അല്ലേ? നമ്മുടെ ഹാൻഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഹാൻഡ്, അതായത് ഹാൻസ്രാജ് ഗംഗാറാം അഹിർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷം മൈനോറിറ്റീസ് ആണ്. അപ്പം മൈനോറിറ്റീസ് ആണെങ്കിൽ കൂടി, കുറച്ച് ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് നല്ല ബലമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. കുറച്ച് ആൾക്കാരുള്ളൂ, പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ബലമാണ്, ഭയങ്കര ശക്തിയാണെന്നൊക്കെ ആലോചിക്കാം. ഭയങ്കര ബലമാണ്. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പട്ടികജാതി കമ്മീഷൻ വിജയ് സാംപ്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഹർഷ് ചൗഹാൻ. ഇത് തമ്മിൽ മാറിപ്പോരുത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ഓക്കെ, അപ്പോൾ പട്ടികജാതി വിജയിക്കട്ടെ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. പട്ടികജാതി കമ്മീഷൻ വിജയ് സാംപ്ല, ഓക്കെ, വിജയ് സാംപ്ലയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ ഹർഷ് ചൗഹാൻ. അപ്പോൾ പട്ടികവർഗം സന്തോഷിക്കട്ടെ, ഹർഷം വരട്ടെ, സന്തോഷിക്കട്ടെ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പട്ടികജാതി എന്ന് പറയുമ്പോൾ ജാ വെച്ചിട്ടുള്ള വിജയ്, കണ്ടോ അതിനകത്തൊരു ജായ ഉണ്ട്, വിജയ് സാംപ്ല കേട്ടോ, വിജയ് സാംപ്ല. കേരള പട്ടികവർഗ കമ്മീഷനാണ് ഹർഷ് ചൗഹാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് ഹർഷ് ചൗഹാൻ. ഓക്കെ, അപ്പം ഒരു പോയിന്റും കൂടിയുണ്ട്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാവോജി IAS. ഓക്കെ, മാവോജി IAS. അടുത്ത് നോക്കാം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രാജീവ് കുമാർ ആണ് കേട്ടോ. ആരാണ്? രാജീവ് കുമാർ. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കമ്പോജ്. അതൊന്നും പഠിച്ചു വെച്ചേക്കണേ. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? രുചിര കമ്പോജ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? രുചിര കമ്പോജ്. അടുത്തത് UGC ചെയർമാൻ ആരാ? M ജഗദീഷ് കുമാർ. UGC ചെയർമാൻ M ജഗദീഷ് കുമാർ. അപ്പോൾ നമ്മുടെ ജഗദീഷ് നടനെ ആലോചിക്കാം അല്ലേ? അപ്പം പുള്ളിക്കാരൻ ആക്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ മുമ്പ് ഒരു സാറാണ്, മാസ്റ്റർ ആയിരുന്നു എന്നൊക്കെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ മാസ്റ്റർ M ആണ് കേട്ടോ. അപ്പോൾ UGC എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു മാസ്റ്റർ ജഗദീഷ് മാസ്റ്റർ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. M ജഗദീഷ് കുമാർ. UPSC ചെയർമാൻ മനോജ് സോണി കേട്ടോ. UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി. ഓർത്ത് വെച്ചേക്കുക, UPSC ചെയർമാൻ മനോജ് സോണി. 15ാമത്തെ ധനകാര്യ കമ്മീഷൻ NK സിംഗ് കേട്ടോ. 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? NK സിംഗ്. അടുത്ത് നോക്കാം, ദേശീയ ഹരിത ട്രിബ്യൂണൽ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ. ഓർത്ത് വെച്ചേക്കണം, ദേശീയ ഹരിത ട്രിബ്യൂണൽ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ. CBI ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാൾ. CBI ആണ് അല്ലേ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ അത്യാവശ്യം ബോധമുള്ള ആൾക്കാർ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ സുബോധ് കുമാർ ജയ്സ്വാൾ കേട്ടോ. CBI ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാൾ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സുരേഷ് എൻ പട്ടേൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സുരേഷ് എൻ പട്ടേൽ. അപ്പോൾ ഈ മദ്യമൊക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടയൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് വിജിലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും പോലീസ് വന്ന് പിടിക്കാം. അപ്പോൾ അങ്ങനെ വിജിലൻസ് പട്ടേൽ, സുരേഷ് എൻ പട്ടേൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സുരേഷ് എൻ പട്ടേൽ. അടുത്ത റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വിനയ് കുമാർ ത്രിപതി. നമ്മൾ പറഞ്ഞിരുന്നു എന്താ, നമ്മുടെ ട്രെയിനിലൊക്കെ കയറുന്ന സമയത്ത് 3 പടി ഉണ്ടാവും അല്ലേ, 3 പടി ഉണ്ടാവും എന്ന് ആലോചിക്കുക അല്ലേ റെയിൽവേയിൽ. അപ്പോൾ ട്രെയിനിൽ, അപ്പോൾ റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO വിനയ് കുമാർ ത്രിപതി. അടുത്ത പോയിന്റ് നോക്കാം, നാഷണൽ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ പ്രിയങ്ക കാണുങ്കോ ആണ് കേട്ടോ. അപ്പം ചൈൽഡ് റൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ചൈൽഡ്, കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിയമായിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. പ്രിയങ്ക കാണുങ്കോ കേട്ടോ, പ്രിയങ്ക കാണുങ്കോ. നാഷണൽ ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കണേ. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് KV മനോജ് കുമാർ ആണ്. ആരാണ്? KV മനോജ് കുമാർ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോരുത്. ഇത് നാഷണലും ഇത് കേരളയാണ് കേട്ടോ. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാ? ചന്ദ്രശേഖര കമ്പാർ. ഓക്കെ, കേന്ദ്ര സാഹിത്യമാണ് കേട്ടോ. അപ്പോൾ സാഹിത്യം എന്നൊക്കെ പറയുന്നത് പലർക്കും ഭയങ്കര കമ്പമായിരിക്കും. സാഹിത്യത്തോടൊക്കെ വളരെ കമ്പമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനാണ് ചന്ദ്രശേഖര കമ്പാർ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനോ? കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. അപ്പോൾ കേരളത്തിലെ സാഹിത്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദം വരും എന്ന് കണക്ട് ചെയ്യാം. ഭയങ്കര ആനന്ദം വരും. K സച്ചിദാനന്ദൻ. ഓക്കെ, അടുത്ത കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പോൾ നമുക്ക് ഈ സംഗീതത്തിനകത്ത്
ശങ്കരാഭരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രാഗം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മട്ടന്നൂർ ശങ്കരൻകുട്ടി കേട്ടോ, ശങ്കരൻകുട്ടി. ശങ്കരാഭരണം വേണമെങ്കിൽ ആലോചിക്കാം, അല്ലെങ്കിൽ സംഗീതം പാടുന്നൊക്കെ കുട്ടിയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത കേരള ലളിതകല അക്കാദമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ മുരളി ചീരോത്ത്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നമുക്ക് ഈ ഫോക്ലോർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഫോക്ക് ഡാൻസ് ഒക്കെ ആലോചിക്കട്ടോ. ഫോക്ക് ഡാൻസ് ഈ കുട്ടികളിലേക്ക് ഉണ്ടല്ലോ, ഈ ചെറിയ ഈ എന്താ പറയുക, ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്തൊക്കെ ഇങ്ങനെ കുറേ കൃഷ്ണന്മാരൊക്കെ അവരുടെയൊക്കെ ഒരു ഫോക്ക് ഡാൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ, കൃഷ്ണനും രാധയായിട്ടൊക്കെ ഫോക്ക് ഡാൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ചെറിയ കൃഷ്ണന്മാരൊക്കെ ഉള്ളത് കേട്ടോ, OS ഉണ്ണികൃഷ്ണൻ. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള A ഷാജഹാൻ ആണ് കേട്ടോ. A ഷാജഹാൻ ആണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഓഫ് കേരള ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് കൗൾ ആണ് കേട്ടോ, സഞ്ജയ് കൗൾ. ഇത് മാറിപ്പോകണ്ട. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള A ഷാജഹാൻ. ഇത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇലക്ട്രൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ ആണ് കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കണേ, ഈ ഇലക്ഷൻ്റെ ഒക്കെ സമയത്തുണ്ടല്ലോ ഓരോ ഓഫീസേഴ്സൊക്കെ ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു പോയില്ലേ, ഓരോ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ ഇങ്ങനെ കോൾ ചെയ്തിട്ട് പോയില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കോളും ഈ കൗളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇലക്ഷൻ്റെ സമയത്ത് ഓഫീസറാണ് ഇതുപോലെ കോൾ ചെയ്തിട്ട് പോവുക. ആ കിഫ്ബിയുടെ ചെയർമാൻ, കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് കേട്ടോ. കിഫ്ബിയുടെ ചെയർമാൻ ആരാണ്? പിണറായി വിജയൻ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ തന്നെയാണ്. പിന്നെ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ KN ബാലഗോപാൽ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ. അപ്പോൾ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ KN ബാലഗോപാൽ. കിഫ്ബിയുടെ CEO ചോദിക്കുകയാണെങ്കിൽ KM എബ്രഹാം. കിഫ്ബിയുടെ CEO ചോദിക്കുകയാണെങ്കിൽ KM എബ്രഹാം. ഇപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കിഫ്ബിയുടെ ചെയർമാൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, കിഫ്ബിയുടെ വൈസ് ചെയർമാൻ KN ബാലഗോപാൽ, കിഫ്ബിയുടെ CEO ചോദിക്കുകയാണെങ്കിൽ KM എബ്രഹാം. അടുത്തത് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ S മണികുമാർ ആണ് കേട്ടോ. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് S മണികുമാർ. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് S മണികുമാർ. ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ മനോജ് സിൻഹ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റനന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് കൂടെ ഓർത്ത് വെച്ചേക്കുക. LIU10 ആൻഡ് അല്ലേ, കിടക്കൂ നീ 10 ഉറുമ്പേ. ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ മനോജ് സിൻഹ. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹം തന്നെ വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. മനോജ് സിൻഹ. ന്യൂ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി. ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ ചോദിക്കുകയാണെങ്കിൽ വിനയ് കുമാർ സക്സേനയാണ് കേട്ടോ. ആരാണ്? വിനയ് കുമാർ സക്സേന. ഓക്കെ, വിനയ് കുമാർ സക്സേന. ലക്ഷദ്വീപിലെ ചോദിക്കുകയാണെങ്കിൽ പ്രഫുൽ പട്ടേലാണ് കേട്ടോ അഡ്മിനിസ്ട്രേറ്റർ. പ്രഫുൽ പട്ടേൽ, ലക്ഷദ്വീപിലെ പ്രഫുൽ പട്ടേൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ടെൻഷനൊന്നും അടിക്കാണ്ട് നല്ല പോലെ എഴുതുക കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.